Trends in subsidies. The question of subsidies in agriculture has emerged as an important issue in recent policy debates. Undoubtedly, subsidies are effective in pushing agricultural growth to a certain extent, but it is important to make sure that they do not become a permanent feature of the Indian economy. ഇപ്പോൾ സബ്സിഡീസ് എന്താണെന്നുള്ളതും അതിനെക്കുറിച്ചുള്ള ഡിബേറ്റുകൾ റീസെൻ്റായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ സബ്സിഡീസ് ഉണ്ട്, അഗ്രികൾച്ചർ ഗ്രോത്തിന് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു പെർമനൻറ്റ് ഫീച്ചർ ആയിരിക്കരുത് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയുടെ. ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് സബ്സിഡീസ് ആർ പ്രൊവൈഡഡ് സിംപ്ലി ടു എഷ്യൂർ, അതായത് നമ്മളെപ്പോലെയുള്ള ഡെവലപ്പിംഗ് രാജ്യങ്ങളിൽ സെൽഫ് റിലയൻ്റ് ആകാനും സഫിഷ്യൻ്റ് ആകാനും സെൽഫ് സഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് സബ്സിഡീസ് ഉപയോഗിക്കുന്നത്. In India, agriculture inputs like fertilizers, water, implements and rural electricity are subsidized. നമ്മളെപ്പോലുള്ള രാജ്യത്ത് ഫെർട്ടിലൈസർ, വെള്ളം, അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റ്സ്, അതുപോലെ ഇലക്ട്രിസിറ്റി, ഇതെല്ലാമാണ് സബ്സിഡൈസ് ചെയ്യുന്നത്. If inputs are not subsidized, the poor farmers will not be able to use them. സബ്സിഡൈസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് ഒരു തരത്തിലും അത് യൂസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ സാധിക്കാതെ വരും. സിമിലർലി ഫുഡ് സബ്സിഡി ഈസ് എസെൻഷ്യൽ ടു മെയിൻറ്റെയിൻ ആൻഡ് സസ്റ്റെയിൻ ദ ഫുഡ് സെക്യൂരിറ്റി. ഫുഡ് സെക്യൂരിറ്റി സിസ്റ്റത്തിനും ഇത് അത്യാവശ്യമാണ്, ഈ സബ്സിഡി എന്ന് പറയുന്നത്. The opponents have argued that agricultural subsidies are physically unsuitable and encourage misuse of resources, leading to environmentally malignant development. അപ്പോൾ അതിൻ്റെ ഒപ്പോണൻസ് ഈ സബ്സിഡിയെ എതിർക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ അവർ ആർഗ്യൂ ചെയ്യുന്നത് അഗ്രികൾച്ചറൽ സബ്സിഡീസ് ആർ ഫിസിക്കലി അൺസ്യൂട്ടബിൾ. അത് അൺസ്യൂട്ടബിൾ ആണ്, സ്യൂട്ടബിൾ അല്ല നമ്മുടെ എൻവിറോൺമെൻറ്റിന്. കാരണം അത് മിസ്യൂസ് ഓഫ് റിസോഴ്സസ് പ്രോപ്പറായി യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തും. It is also argued that continuation of agriculture subsidies is against the spirit of agreement of agriculture as adopted by WTO. അപ്പോൾ ഈ അതായത് സബ്സിഡീസുകളുടെ കാര്യങ്ങളിൽ WTO ആയിട്ടുള്ള അഗ്രിമെൻറ്റ്സിലെല്ലാം എഗെയിൻസ്റ്റ് ആണ് ഈ കണ്ടിന്യൂസ് ആയിട്ട് സബ്സിഡീസ് കൊടുക്കുന്നത്. അടുത്തത് അഗ്രികൾച്ചറൽ സബ്സിഡീസ് തന്നെ. Therefore, the issue of agricultural subsidies is not to be examined only from the point of view of physical unsustainability, but from a much wide perspective of ensuring food security and safety net for the poor and protecting the interest of the country in the new emerging international economic order that is taking shape under the aegis of WTO. So the issue of this agriculture subsidies, it should not be examined only from the point of unsustainability. അൺസസ്റ്റൈനബിലിറ്റി എന്നുള്ളതിനേക്കാളും അധികമായി എത്രത്തോളം പുവർ ആളുകൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഫുഡ് സെക്യൂർഡ് ആകുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളിവിടെ വ്യക്തമായിട്ട് നമ്മളവിടെ ഫോക്കസ് ചെയ്യണം. Subsidizing of agriculture inputs has become an important instrument of agricultural policy in India since the introduction of the high-yielding varieties of the program HYVP in 1960s. അപ്പോൾ 1960s കാലഘട്ടത്തോടു കൂടിയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടിയിട്ടുള്ളത്. Subsidy on fertilizers is provided by the central government, while subsidy on water is provided by the state government. ഫെർട്ടിലൈസേഴ്സിനുള്ള സബ്സിഡീസ് കൊടുക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റും, നേരെ മറിച്ച് വാട്ടറിനുള്ള സബ്സിഡീസ് കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ്. വാട്ടർ സബ്സിഡീസ് ഓഫ് ടു കൈൻഡ്, പവർ സബ്സിഡി ആൻഡ് ഇറിഗേഷൻ സബ്സിഡി. Power subsidy is granted on power that is used to draw on groundwater.
ഇറിഗേഷൻ സബ്സിഡി മീൻസ് സബ്സിഡി ഓൺ കനാൽ വാട്ടർ. പവർ സബ്സിഡി ഉണ്ട്, അതുപോലെ തന്നെ ഇറിഗേഷൻ സബ്സിഡി ഉണ്ട്. പവർ സബ്സിഡിയിൽ എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് ഗ്രൗണ്ട് വാട്ടർ ആണ് അത്. നേരെ മറിച്ച് ഇറിഗേഷൻ എന്ന് പറയുന്നത് കനാൽ വാട്ടർ ആണ്. Information on agricultural input clearly indicates that substantial amount of subsidies are provided on agriculture inputs. ഇപ്പോൾ 2007-8 കാലഘട്ടത്തിലൊക്കെ 77 കോടി രൂപയോളം ഈ സബ്സിഡീസിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. പവർ ആൻഡ് ഇറിഗേഷൻ നമ്മളത് പറഞ്ഞു. അതെന്താണ്? ആർ പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെൻറ് ആസ് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി ഫോൾ വിത്തിൻ ദെയർ ഡിമാൻഡ്. ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നു, കാരണം വെള്ളം, ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ കീഴിലായതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൊവിഷൻ, അതായത് 21,000 കോടി വരെ ആണ് അതിൻ്റെ സിറ്റുവേഷൻസ്. SCB ആണ് അതിൻ്റെ SCB, അതായത് സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്സിലൊക്കെ അതുണ്ട്. അതുപോലെ തന്നെ ഗുലാത്തി ആൻഡ് നാരായണൻ ഹാവ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ആവറേജ് റവന്യൂ ടാരിഫ് ഫ്രം പവർ സപ്ലൈ ടു അഗ്രികൾച്ചർ വാസ് ഓൺലി 28.42 പൈസ. അപ്പോൾ ആവറേജ് റവന്യൂ ടാരിഫ് എന്ന് പറയുന്നത് വെറും 28.42 പൈസയാണ് അവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള, അപ്പം 303.86 പൈസ പെർ വാട്ട്, കിലോ വാട്ട്. This implies a subsidy of 275.44 paisa on every kilowatt supplied to agriculture. Gulati and Narayan estimated that in 2001 SCBS, that is the state electricity boards, were recovering from agriculture 9.35% of the average unit of കോസ്റ്റ് ഓഫ് പവർ സപ്ലൈ. അപ്പം 2000 ആയപ്പോഴത്തേക്കും 9.35% ആവറേജ് കോസ്റ്റ് അവർ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ പല എസ്റ്റിമേഷൻസും സബ്സിഡി ഓൺ ഇറിഗേഷൻ എന്ന് പറയുന്നത് 11 കോടിയിൽ നിന്നും 21 കോടി വർദ്ധിച്ചു എന്നൊക്കെയുള്ള രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ്. Fertilizer subsidy is borne by the sender. The need of the fertilizer arises from the nature of the fertilizer pricing policy. Main two objectives are the making fertilizers available to the farmers at low and affordable prices, ensuring fair returns on investment to attract more capital to the fertilizer industry. ഫെർട്ടിലൈസർ കൊടുക്കുക എന്നുള്ളത് ഫാമേഴ്സിന് ലാഭത്തിന് കിട്ടുക എന്നുള്ളത് മാത്രമല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺസ് ഉണ്ടായിരിക്കുക എന്നുള്ളതുമുണ്ട്. The government has been statutorily keeping the selling price of fertilizers as a largely static. ഫെർട്ടിലൈസേഴ്സിൻ്റെ പ്രൈസൊക്കെ ഒരുവിധം കോൺസ്റ്റൻ്റ് ആയിട്ടാണ് അവർ നിലനിർത്തുന്നത്. ഒബ്ജക്റ്റീവ്, രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അണ്ടർ ദ റിട്ടൻഷൻ പ്രൈസ് സ്കീം fixes a fair ex-factory retention price for various products of different manufacturers. പല റിട്ടൻഷൻ പ്രൈസിങ് സ്കീമിൽ ഒരു എക്സ്-ഫാക്ടറി റിട്ടൻഷൻ പ്രൈസ് റിട്ടൻഷൻ എന്ന രീതിയിൽ പല പ്രൊഡക്റ്റിനും അങ്ങനെ രീതിയിൽ ചെയ്യുന്നുണ്ട്. The fertilizer industry is largely insulated against cost escalation by the system of retention prices. Under this pricing policy of fertilizer subsidy, farmers get fertilizers at a low rate which is predetermined, called the maximum selling price. ഫെർട്ടിലൈസേഴ്സ് വളരെ ലോ റേറ്റിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാനുഫാക്ചറാണ് റിട്ടൻഷൻ പ്രൈസ് പേ ചെയ്യുന്നത്. ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദ റിട്ടൻഷൻ പ്രൈസ് സെല്ലിംഗ് പ്രൈസിനേക്കാളും വളരെ കുറവ്. And selling price is the subsidy paid by the government. For import, subsidy is equal to the difference between the cost of imported material and selling price. ഇമ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് ഓഫ് സെല്ലിംഗ് പ്രൈസും അതുപോലത്തെ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ തമ്മിലുള്ള ഡിഫറൻസ്. ഫെർട്ടിലൈസർ സബ്സിഡി ₹505 crore ഒക്കെയാണ് ഫെർട്ടിലൈസേഴ്സ് സബ്സിഡി ആയിട്ട് നമ്മളിവിടെ കണക്കാക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് നമുക്ക് പറയാനുള്ളത്. Many economists have argued that പല റിസർച്ചുകൾ has outlived its utility and must be abandoned. In fact, as feared fertilizer price committee, the RDs are created a vested interest in proving cost rather than in reducing them, in calming escalation under than in finding ways and means of containing cost. മെനി ഇക്കോണമിസ്റ്റ്, അപ്പോൾ പല ഇക്കോണമിസ്റ്റുകളും
ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച്, സബ്സിഡീസിനെ കുറിച്ച് ആർഗ്യൂ ചെയ്തിട്ടുണ്ട്. പല രീതിയിലും അത് കോസ്റ്റിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ റിഫോം കമ്മീഷൻ റെക്കമെൻഡഡ് ദ ഡിസ്മാൻഡ്ലിംഗ് ഓഫ് ദ കൺട്രോൾ സിസ്റ്റം ഇൻ എ ഫേസ്ഡ് മാനർ. ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂട്രിയൻ ബേസ്ഡ് സബ്സിഡി പോളിസി ഫോർ ദ ഫെർട്ടിലൈസർ സെക്ടർ. അപ്പോൾ ന്യൂട്രിയൻ ബേസ്ഡ് 2010 തൊട്ടുള്ള കാലഘട്ടത്തിൽ 2010 മുതലുള്ള കാലഘട്ടത്തിൽ ഒരു ന്യൂട്രിയൻ്റ് ബേസ്ഡ് സബ്സിഡി പോളിസിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഫ്രം ദ ഇയർ 2010, ദാറ്റ് ഈസ് ഫ്രം ദ April 1, 2010 മുതൽ നമ്മൾ ആ രീതിയിലുള്ള സബ്സിഡീസാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. The government incurred food subsidies so as to fulfill the obligations towards distributive judges. Food subsidies ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ 2010 കാലഘട്ടത്തിലൊക്കെയുള്ള സിറ്റുവേഷൻസ് 2003, 4, 5 ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷൻസൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഫുഡ് സബ്സിഡി ഷോഡ് ആൻ ആനുവൽ ഇൻക്രീസ് ഓഫ് above 30% during each year. Now we are going to discuss arguments in favor of subsidization and in against. Arguments, the 5 arguments in favor. If agriculture inputs, if they are not subsidized, the poor will not get it. Second one, subsidies must be considered more as an instrument for promoting risk bearing function. അപ്പോൾ റിസ്ക് ചെയ്യുന്ന റിസ്ക് ഉള്ള ഫംഗ്ഷനാണ്, പക്ഷെ അത് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സബ്സിഡൈസേഷൻ ഓഫ് ഇൻപുട്ട് ആൻഡ് ക്രെഡിറ്റ് വിൽ ഇൻഫ്ലുവൻസ് ദ അഡോപ്ഷൻ ഓഫ് ദി പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നു. ഇൻപുട്ട് സബ്സിഡൈസേഷൻ റിഡ്യൂസസ് പ്രൈസസ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ഫുഡ് ഐറ്റംസ്. വാല്യൂ ആഡഡ് ബൈ സബ്സിഡൈസ്ഡ് ഇൻപുട്സ് ഫാർ എക്സീഡ്സ് ദ കോസ്റ്റ് ഓഫ് സബ്സിഡി. അപ്പോൾ വാല്യൂ ആഡ് ചെയ്യുന്നത് സബ്സിഡൈസ്ഡ് പ്രൊഡക്റ്റുകളുടെ ഉണ്ടാകുന്ന ഗുണങ്ങൾ അതിൻ്റെ കോസ്റ്റിനെ എന്ത് ചെയ്യുന്നു, കോസ്റ്റിനെ റിഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം. അഗെയിൻസ്റ്റ് എന്ന് പറയുന്നതിൽ അൺസസ്റ്റൈനബിൾ ആണ്. നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ക്രൗഡിങ് ഔട്ട് ഉണ്ടാകാം. ക്രൗഡിങ് ഔട്ട് എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഏരിയയിൽ മാത്രം നിലനിൽക്കുന്നൊരു കണ്ടീഷൻ. പിന്നെ ഫെർട്ടിലൈസർ ഇറിഗേഷൻ ഹാവ് വൈഡൻ റീജൻ ഡിസ്പാരിറ്റീസ് ഉണ്ട്, അതായത് ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ രീതിയിലാണത്. മാർജിനൽ കോസ്റ്റ് ഓഫ് പവർ ടു ദ ഫാമർ ഈസ് സീറോ. പവർ അത് സീറോ ആണ്. അപ്പോൾ ആ രീതിയിലുള്ള കുഴപ്പങ്ങൾ കാണും. ലോ പ്രൈസ് കനാൽ വാട്ടർ ഹാസ് ലെഡ് ടു ഹൈലി വേസ്റ്റ്ഫുൾ യൂസ്. വില കുറവാണ്, കനാൽ വാട്ടറിന് അത്ര പ്രൈസ് ഇല്ലയെന്ന് കണ്ടു കഴിയുമ്പം അത് പ്രോപ്പറായിട്ട് അത് യൂസ് ചെയ്യണില്ല. അതുപോലെ തന്നെ അനദർ വറീസം ഫാക്ടർ എക്സ്പ്ലോയിറ്റേഷൻ. ഗ്രൗണ്ട് വാട്ടർ, കനാൽ വാട്ടറൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. ദ പ്രിവെയിലിംഗ് ഹെവി സബ്സിഡീസ് ഇറ്റ് വിൽ റിസൾട്ട്. ഫെർട്ടിലൈസറിൽ ഇഷ്ടംപോലെ സബ്സിഡി വരുമ്പോൾ അത് നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. പിന്നെ ഫാമേഴ്സിൻ്റെ ഇറിഗേറ്റഡ് ഏരിയയിലേക്കാണ് അത് പോകുന്നത്. മാക്സിമം ബെനിഫിറ്റ് ഓഫ് സബ്സിഡൈസേഷൻ ഇസ് റീപ്ഡ് ബൈ ലാർജ് ആൻഡ് ലാർജും മീഡിയം നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്മോൾ ഫാമേഴ്സ് ആണെങ്കിലും ലാർജും മീഡിയം ഫാമേഴ്സിനാണിത് കിട്ടുന്നത്. ഇനി WTO സബ്സിഡീസ് എന്ന് ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആൻ ഇൻഡെക്സ് നോൺ ആസ് അഗ്രീമെൻറ്റ് മെഷർമെൻറ്റ് സപ്പോർട്ട്, അതായത് ഒരു ഇൻഡെക്സ് ഉണ്ട്, എഗ്രിഗേറ്റ് മെഷർമെൻറ്റ് ഓഫ് സപ്പോർട്ട്. Aggregate measurement of support introduced ചെയ്തു. It seeks to provide the overall permitted measure of subsidies allowed as a percentage of gross agriculture production. Under the agreement, product specific and non-product specific and product specific and non-product specific domestic support, it has been measured. For developing countries, the percentage is 10%. However, the following are exempted. First one, measures which encourage agriculture and rural development, like subsidies for low income producers in developing. അപ്പോൾ അങ്ങനെയുള്ള സബ്സിഡികളെല്ലാം ഒഴിവാക്കി ഗവൺമെൻറ് സർവീസ് പ്രോഗ്രാം ലൈക്ക് റിസർച്ച് എന്ത്. അപ്പോൾ ഗവൺമെൻറ് പ്രോഗ്രാംസ്, റിസർച്ച്, പെസ്റ്റ് അതുപോലെയുള്ള പ്രോഗ്രാംസുകൾ എന്ത് ചെയ്യുന്നുണ്ട്,
അങ്ങനത്തെ പ്രോഗ്രാംസും കാര്യങ്ങളും ഇവിടെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. So the aggregate value of agriculture subsidies was not only far below the 10% limit but also negative. Was not only far below 10% but also negative. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ സബ്സിഡീസിനെ കുറിച്ച്. അപ്പോൾ എന്താണ് സബ്സിഡീസ് എന്നുള്ളത് കണ്ടു. അതുപോലെ തന്നെ എന്തൊക്കെയാണ് സബ്സിഡീസിലുണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.